നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇന്നലെയാണ് പുറത്തു വന്നത്. തുടർന്ന് ഇതേ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളും രാജ്യം കണ്ടിരുന്നു. മെയ് 30-ാം തീയതിയാണ് അദ്ദേഹം കന്യാകുമാരിയിൽ എത്തുന്നത്. അതിനുശേഷം വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ 1893 നടന്ന ചിക്കാഗോയിലെ പ്രസംഗത്തിന് തൊട്ട് മുൻപ് ധ്യാനമിരുന്ന അതേ ഇടത്ത് തന്നെ ധ്യാനത്തിൽ മുഴുകുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിക്കുമ്പോൾ ചരിത്ര പ്രാധാന്യമുള്ള ആധ്യാത്മിക സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു പതിവ് നരേന്ദ്രമോദിക്കുണ്ട്. കാരണം 2019 അദ്ദേഹം തെരഞ്ഞെടുത്തത് കേദാർനാഥിലെ ഗുഹയായിരുന്നു. അന്ന് അദ്ദേഹം ഗുഹയ്ക്കുള്ളിൽ ധ്യാനിക്കുന്ന ചിത്രങ്ങളടക്കം വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ഒരു പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അധികം പ്രാധാന്യം ലഭിച്ചത് ഈ കേദാർനാഥും അതിനോടൊപ്പം തന്നെ അവിടെ ധ്യാനത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്കും തന്നെയായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, മറിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റവും അധികം വാർത്തയാക്കിയതും ഇതുതന്നെയായിരുന്നു. എന്തായാലും ഈ 2024 അദ്ദേഹം പതിവ് തെറ്റിക്കുന്നില്ല. 2024 മോദി അതേപോലെ തന്നെ ആധ്യാത്മികമായ ഒരിടം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞുപോയ എല്ലാ കോലാഹലങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് മോദി കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയാണ്. എന്തുകൊണ്ടാണ് മോദിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത് എന്ന തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം. നരേന്ദ്രമോദി മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ നിന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 7ാം ഘട്ടത്തിലാണ് വാരണാസി ജനവിധി തേടാൻ പോകുന്നത്. എന്തുകൊണ്ട് മോദി വാരണാസിയിൽ ഒട്ടും ശ്രദ്ധ പുലർത്തുന്നില്ല? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. വാരണാസിയിൽ മോദി എത്തിയില്ല എങ്കിൽ പോലും അവിടെ വിജയിച്ച് കയറും എന്നുള്ള ഉറപ്പ് BJPക്കുണ്ട്. അതിനുവേണ്ടി അവിടെ പ്രവർത്തിക്കുന്നത് 50ഓളം നേതാക്കളടങ്ങുന്ന ഒരു പ്രൊഫഷണൽ സംഘം തന്നെയാണ്. മോദി വിവേകാനന്ദ പാറയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും നരേറ്റ് ചെയ്യുക മോദി ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ദ്രാവിഡ മണ്ണായിരിക്കാം, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ മാറ്റത്തിന്റെ തുടക്കമായിരിക്കാം മോദി അവിടെ പ്രതിനിധീകരിക്കാൻ പോകുന്നത് എന്നായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് ഈ തെക്കേ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട്, ഈ ദ്രാവിഡ മണ്ണിൽ ഇരുന്നു കൊണ്ട് മോദി ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തുന്നത് വങ്കനാട്ടിലേക്ക് തന്നെയാണ്. വിവേകാനന്ദന്റെ സ്വന്തം പശ്ചിമ ബംഗാളിലേക്ക് തന്നെയാണ്. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 അധികം നേട്ടം BJP ഉണ്ടാക്കുമെന്ന് എല്ലാ സർവേകളും ഉറപ്പിച്ച് പറയുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. അതുകൊണ്ട് തന്നെയാണ് വിവേകാനന്ദ പാറ അദ്ദേഹം തെരഞ്ഞെടുത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ ആ റോഡ് ഷോ കടന്നുപോയ റൂട്ടിന്റെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാമി വിവേകാനന്ദൻ തന്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസനെ കാണാൻ ഉപയോഗിച്ച ഒരു 2 കിലോമീറ്റർ പാത, അതേ പാതയിലൂടെ തന്നെയാണ് ഇന്നലെ നരേന്ദ്രമോദിയും നടന്നു നീങ്ങിയത്. ഇപ്പോഴിതാ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാതയിലൂടെ പോയതിന് തൊട്ടു പിന്നാലെ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും ഇതേ റൂട്ടിൽ തന്നെ ഒരു റോഡ് ഷോ നടത്തുകയാണ്. മമതാ ബാനർജിക്ക് മനസ്സിലായിരിക്കുന്നു മോദിയുടെ തന്ത്രം എന്താണ് എന്നുള്ളത്. പശ്ചിമ ബംഗാളിൽ അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന നേട്ടത്തെ മമതാ ബാനർജി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവ് തന്നെയാണ് മോദിക്ക് പിന്നാലെ മമത കൂടി ഈ വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസനെ കാണാൻ പോയ അതേ പാതയിലൂടെ ഒരു തെരഞ്ഞെടുപ്പ് റാലി നടത്തുന്നത്. എന്തായാലും ഈ കേദാർനാഥിൽ സംഭവിച്ച അത്ഭുതം ഇക്കുറി വിവേകാനന്ദ പാറയിലും സംഭവിക്കും. മറ്റൊന്നുമല്ല, കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം റിപ്പോർട്ടുകൾ നിറഞ്ഞത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇവിടെ നടക്കുന്ന മത്സരമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ആശങ്കകളോ വിജയപ്രതീക്ഷകളോ ഒന്നുമായിരുന്നില്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേദാർനാഥിലെ ഗുഹയിൽ ധ്യാനിക്കുന്നു എന്നുള്ള ചിത്രമടക്കമാണ് അന്ന് രാജ്യം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തത്. ഇത് തന്നെയായിരിക്കും വിവേകാനന്ദ പാറയിലും ആവർത്തിക്കാൻ പോകുന്നത്. എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധ പതിയാൻ പോകുന്നത്, ഒരുപക്ഷെ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ പതിയാൻ പോകുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലായിരിക്കും. അവിടെ മോദി ധ്യാനമിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ കൂടി പുറത്തു വരികയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അന്നത്തെ ദിവസം സമൂഹ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും അടക്കം കൈ അടക്കാൻ പോകുന്നത് മോദിയുടെ ചിത്രങ്ങളായിരിക്കും. അതിനോടൊപ്പമുള്ള അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മോദി ഈ വിവേകാനന്ദ പാറ ആ പ്രത്യേക ദിവസം തന്നെ, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ തെരഞ്ഞെടുത്തത് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം പറഞ്ഞു വെക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.